അവസരം ജോണിക്കുട്ടി പാസ്റ്ററിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ടതിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പാടി കണ്ണിൻ മണി പോൽ എന്നെ കരുതും. ഞാൻ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, അപ്പ ഏത് പാട്ട് പാടി ആരാധിക്കണം? അപ്പൊ എൻ്റെ ഉള്ളിൽ ദൈവം തന്നത്, കാരണം നമ്മളിപ്പോ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ഇതുവരെ കണ്ണിന്റെ കൺമണി പോലെ നമ്മളെ കാത്ത നമ്മുടെ ദൈവം, അതെ, കർത്താവിന്റെ ഉള്ളം കരത്തിൽ നമ്മളെ വഹിച്ചു. കർത്താവ് നമ്മളെ തള്ളിക്കളയാതെ, ഏതെല്ലാം പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായി, ദൈവത്തിന് അകന്നു പോയ അനേക അനുഭവങ്ങൾ അധിക ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞില്ല. യേശു കർത്താവിന്റെ ആ സ്നേഹമാണ് ഈ നിമിഷം വരെ നമ്മളെ ആക്കിയിരിക്കുന്നത്. കർത്താവ് പ്രാണനേക്കാൾ നമ്മുടെ അരികിൽ ഉള്ള നമ്മുടെ ദൈവം. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയാണ്, ഏത് സിറ്റുവേഷൻ വന്നാലും, ഏത് പ്രതികൂലം വന്നാലും ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നമ്മുടെ അപ്പന്റെ വാക്കുകളാണ് നമുക്ക് ഏറ്റവും നമുക്ക് അത് മാത്രമേ നമുക്ക് ഉറയ്ക്കുവാനായിട്ടുള്ളൂ. നമുക്ക് ധൈര്യം തരുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കണ്ണിൻ മണി പോലെ എന്നെ നടത്തുന്ന കർത്താവേ, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കുന്ന കർത്താവേ, തള്ളിക്കളയാതെ അപ്പന്റെ മാറോട് ചേർത്ത് ഓരോ നിമിഷവും നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് വേദനകളെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ആശ്വാസം തന്ന് നമ്മളെ നടത്തുന്ന നമ്മുടെ സ്വന്തം അപ്പച്ചനെ നമുക്ക് പാടി ഈ രാവിലെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാം ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാം ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഓരോ നിമിഷവും നമ്മുടെ കർത്താവ് കണ്ണിന്റെ മണി പോലെ കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലോകത്തിൽ ഈ നിമിഷത്തിലായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്നോ നമ്മള് ഈ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന അനേകരുടെ മധ്യത്തിൽ ആ ദൈവത്തെ അറിയുവാൻ, നമ്മുടെ സ്വന്തം അപ്പനെ അറിയുവാൻ, അപ്പനിൽ ജനിക്കുവാൻ, അപ്പനിൽ ജീവിക്കുവാൻ, അപ്പന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് കൃപ ചെയ്തത് കൊണ്ടാണ്. ഇത്രയും സ്നേഹിച്ചാൽ പോരാ നമ്മുടെ കർത്താവിനെ, ഇത്രയും ആരാധിച്ചാൽ പോരാ. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാണനേക്കാൾ വലിയതായി അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ പത്രോസിനോട് കർത്താവ് ചോദിച്ചതുപോലെ, ഇവയിലൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതുപോലെ, ഈ രാവിലെ സമയത്ത് നമുക്ക് നമ്മുടെ അപ്പനോട് ആത്മാർത്ഥമായി, അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഈ ലോകത്തിൽ ഏതൊക്കെ കൊടുങ്കാറ്റ് ഈശാന മൂലൻ ആഞ്ഞടിച്ചാലും ഞാൻ എൻ്റെ അപ്പനെ വിട്ടുപോകുവാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടയാകരുതേ അപ്പച്ച. ഞാൻ ഒന്നുകൂടെ എൻ്റെ അപ്പന്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട്, അതേ അപ്പന്റെ വചനത്തിൽ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിനെന്ന് വചനം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ ഓരോ നിമിഷത്തിലും നടത്തുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങ് ഇത്രയും ആരാധിച്ചാൽ പോരാ അപ്പച്ച. എനിക്കുള്ളതിനേക്കാൾ, എൻ്റെ ജീവനേക്കാൾ ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പാട്ടിലൂടെ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ അപ്പൻ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്, വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൻ ഒരേ ഒരു കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ മകളെ. ഹല്ലേലൂയ. കർത്താവിന് പൂർണ്ണമായിട്ട് നമ്മളെ കൊടുത്തുകൊണ്ട് ഈ പാട്ട് എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല അപ്പച്ച, എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ എൻ്റെ അപ്പനേറ്റ ഓരോ അടിയും ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ടിഫിൻ കൊടുത്തയക്കും. അതുപോലെ കുഞ്ഞിനെ ഓട്ടോയിലാണെങ്കിൽ ജീപ്പിലാണെങ്കിലും ഒക്കെ വളരെ സുരക്ഷിതമായി വളരെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ടുവിടും. വൈകുന്നേരം സ്കൂൾ ബെല്ലടിക്കുന്നതിന് മുൻപേ, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് ആ ഒരു ചിന്തയൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരാറ്. ഇങ്ങനെ കരുതുന്ന ഒരമ്മ. അതുപോലെ തന്നെ കർത്താവിൽ നമ്മൾ ജനിച്ചത് കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? അപ്പന്റെ രക്തത്തിൽ ജനിച്ചു. അപ്പന്റെ രക്തം നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് കർത്താവ് ദൂതന്മാരെ കൊണ്ട് നമ്മളെ കൽപ്പിച്ചാക്കി നമ്മെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. അതും പോരാഞ്ഞ് കർത്താവിന്റെ ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കാര്യസ്ഥനെ തന്നുകൊണ്ട് നമ്മളെ അത്രയും രാജാവിന്റെ മകനായി നമ്മെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഭാഗ്യമേറിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈ പാട്ടുകൂടെ പാടി നമുക്ക് വേഗം ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല,
ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. അപ്പാ കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാപ്പാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണ് ആശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണ് ആശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ അപ്പാ ആരാധനേ, യേശുവേ ആരാധനേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള മനസ്സോടെ, തൃപ്തിയുള്ള മനസ്സോടെ ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ 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 അപ്പാ ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യം, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യം, അങ്ങ് മഹത്വത്തിന്റെ ദൈവം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമുക്ക് ഹല്ലേലൂയ അല്പമായിട്ട് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മൾക്ക് ഹല്ലേലൂയ വീണ്ടും ജീവിതത്തിൽ ഒരു രാവിലെ കൂടെ കർത്താവ് തന്ന കൃപയ്ക്കായി ഇന്നത്തെ പകൽക്കാലം പൂർണ്ണമായി സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ആ കാര്യസ്ഥനായ ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവ് ഓരോ മിനിറ്റിലും നമ്മെ നടത്തുമാറാകട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. Amen. Amen. Hallelujah. Praise the Lord. ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസിൽ കൂടെ നല്ല ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ദാസിയെ ഇന്ന് പകൽക്കാലത്തെ ആരാധന സെഷനിൽ പാടി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഉപയോഗിച്ചതിനായി കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം പ്രിയ ആശുശ്രൂഷയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കർത്താവ് പിന്നെയും ദൈവത്തിന്റെ ദാസിയെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പിന്നെയും ആയിരിക്കാം. നമ്മുടെ തുറമാനമായുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞ 50 ക്ലാസ്സുകൾ പൂർത്തീകരിക്കുവാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ആ നിലയിൽ ക്ലാസ്സിൽ എടുക്കുവാൻ ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രിയ ബാബുചാറിയം പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചതിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അതിന് മുഖാന്തരമായി നിലകൊള്ളുന്ന കർത്താവിന്റെ വലിയ ദാസൻ പ്രിയ യോണി പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ തുറമാനമായി സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവജനത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഈ പ്രഭാതത്തിൽ എല്ലാവരെയും വന്ദനം അരുളുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ നാളുകളിൽ വ്യത്യസ്തമായൊരു അളവിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നല്ലോ. അത് അനേകർക്ക് വലിയ വിടുതലായി ഒരു വലിയ ഉണർവിലേക്ക് ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് പലരിൽ നിന്നും കേൾക്കുവാനൊക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്യുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യേ ആയിരിക്കുന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ ദാഹത്തോടെ ആഗ്രഹത്തോടെ നമുക്ക് ദൈവസന്നിധാനെ ക്ലാസിന്റെ കേൾവിക്കായി നമുക്കായിരിക്കാം. തുടർന്ന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ക്ലാസ്സിനായി ക്ഷണിക്കുന്നു. സ്തോത്രം. കൃത്യമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എത്രാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പരിശുദ്ധാത്മാവിനോട് പ്രാപിക്കേണ്ട മര്യാദകൾ എന്ന വിഷയത്തിൽ ഏതാണ് അല്ലെങ്കിൽ എത്രാമത്തേതാണ് എടുത്തതെന്ന് പറയാമോ? പന്ത്രണ്ടാമത്തെ പാസ്റ്ററെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം പരിശീലിക്കുക. താങ്ക് യു വെരി മച്ച്. രണ്ട് ഗുണമാണ് കിട്ടിയത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടെന്ന് അറിയാൻ പറ്റി. രണ്ടാമത് എനിക്കൊന്ന് ഓർക്കാൻ പറ്റി. ഞാൻ ഇതേ ക്ലാസ് തന്നെ പലയിടത്ത് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവം. പ്രിയ കർത്താവേ, ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിക്കുകയും ഗ്രഹിപ്പിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1-ാം വാക്യം മുതലാണ്. എന്നാൽ 17 മുതൽ 20 വരെയുള്ള പാരഗ്രാഫിൽ 70 പേർ അവരെ കർത്താവ് ദൗത്യവുമായിട്ട് പറഞ്ഞയച്ചിട്ട്
അവർ തിരിച്ചു വന്ന് പ്രവർത്തന റിപ്പോർട്ട് പങ്കുവയ്ക്കുകയാണ്. ആ പ്രവർത്തന റിപ്പോർട്ട് 17 മുതൽ ഒന്ന് വായിക്കാമോ? ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനത്രേ സന്തോഷിപ്പീൻ. ഇവിടെ പ്രവർത്തന റിപ്പോർട്ട് പറയുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെയാണ് അത് പങ്കുവയ്ക്കുന്നത്. കർത്താവിന്റെ വേല ചെയ്തിട്ട് സന്തോഷമില്ലാത്തവരായി പലരെയും കാണുന്നു. ആവേശത്തോടെ ആരംഭിച്ചിട്ട് നിരാശയിൽ അവസാനിക്കുന്നു. %50 എന്ന് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവെന്നറിയാൻ പാടില്ല. സുവിശേഷ പ്രവർത്തകരിൽ 50% കുറയാതെ ആവേശത്തിൽ ആരംഭിച്ച് നിരാശയിൽ അവസാനിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു, ഗുരുതരമായി പഠിക്കേണ്ടിയിരിക്കുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാനത് മനഃപൂർവമായിട്ട് ചെയ്യണം, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. കർത്താവിന്റെ വേല ഉത്സാഹത്തോടെയും ആവേശത്തോടെയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അവിടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന വചനം പറയും. ഇവിടെ നമ്മൾ കാണുന്നത് ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു എന്നുള്ളതാണ്. അപ്പോ കർത്താവിന്റെ വേല മറ്റു വേലയിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നു. ലോകത്തിലെ ഏതൊരു ജോലിയും ചെയ്യുമ്പോൾ ചെയ്യുന്നയാള് സന്തോഷത്തോടെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആ തറ തുടയ്ക്കുന്നവരെ കാണാം, ഒരു സന്തോഷത്തോടെ ഒന്നല്ല ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം അവർക്ക് ഡോക്ടർ ആകണമെന്ന്. അതിൻ്റെ ഒരു നിരാശ മുഖത്തുണ്ട്. ഒരു ഹോട്ടലിൽ ചെന്നാൽ മേശ തുടയ്ക്കുന്ന പിള്ളേരെ കാണാം. വളരെ കുറച്ചു പേര് മാത്രമേ സന്തോഷത്തോടെ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. വിളമ്പുന്നവരിലും പലരും തൃപ്തരല്ലാതെയാണ് വിളമ്പുന്നത്. അപ്പൊ ലോകത്തിൽ ഒരു ജോലിയും സന്തോഷത്തോടെ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ശമ്പളം കുറയല, സന്തോഷം കുറഞ്ഞെന്നോർത്ത് ശമ്പളം കുറയല. ജോലി ചെയ്താൽ ശമ്പളം കുറയും. ഈ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. സുവിശേഷ വേല അതിൻ്റെ ക്വാണ്ടിറ്റിക്കല്ല ശമ്പളം, ക്വാളിറ്റിക്കാണ് ശമ്പളം. എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. മനസ്സില്ലാ മനസ്സോടെ ആർക്കാനും വേണ്ടി ചെയ്യുന്ന ദൈവവേല ഗുണത്തിന് പകരം ദോഷമേ ആകുകയുള്ളൂ. റബ്ബർ വെട്ടുന്ന ആള് സന്തോഷത്തോടെ വെട്ടണമെന്നൊന്നുമില്ല, റബ്ബർ അത് മനസ്സിലാക്കുന്നില്ല. കർത്താവ് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയുന്ന ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഉപമയുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് ഉഴുകയും മേയ്ക്കുകയും ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ.
അവൻ രാവിലെ മുതൽ വൈകുന്നവരെ ഉഴുത ശേഷം മടങ്ങി വരുമ്പോൾ യജമാൻ അവനോട് പറയുകയാണ്, നീ വേഗത്തിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോ പറയും, നീ എനിക്ക് ഏപ്രനൊക്കെ കെട്ടിയിട്ട് വിളമ്പി തരണം. ഏപ്രനൊക്കെ കെട്ടി നീ അത് കുക്ക് ചെയ്യണം. എന്നിട്ട് ആ ഉടുപ്പ് ഊരി മാറ്റിയിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് എനിക്ക് വിളമ്പി തരണം. അപ്പൊ 4 ജോലി ഇവനറിയാം. കാളയെ കൊണ്ട് പാടം ഒഴിവിക്കാൻ അറിയാം, കൃഷി അറിയാം, കാളയെ നന്നായിട്ട് കുളിപ്പിച്ച് തീറ്റാൻ അറിയാം, കുക്ക് ചെയ്യാൻ അറിയാം, സെർവ് ചെയ്യാൻ അറിയാം. ഇത് 4 ജോലിയാണ്. 4നും 4 തരം ശമ്പളമാണ്. കാളയെ മേയ്ക്കുന്ന ശമ്പളമല്ല ഒഴിവിക്കുന്നവന് കിട്ടുന്നത്. കുക്കിന് ശമ്പളമല്ല സെർവ് ചെയ്യുന്നവന് കിട്ടുന്നത്. കുക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം. അത് കഴിഞ്ഞാൽ ഒഴിവിക്കുന്ന ആൾക്കായിരിക്കും. പക്ഷെ ഈ 4 ജോലിക്ക് 4 ഫേസാ വേണ്ടത്, 4 മുഖമാണ് വേണ്ടത്. കാളയോട് പണിയെടുപ്പിക്കുമ്പോൾ ഒരു മുഖഭാവമുണ്ട്, ഒരു ശബ്ദമുണ്ട്. അവിടെ ഷാർപ്പാണെങ്കിലേ പണി നടക്കൂ. എന്നാല് നേരെ താഴോട്ട് ഇറങ്ങും അയാളുടെ ടെമ്പർ. തീറ്റുമ്പോ മേയിക്കുമ്പോ വളരെ കൂളായിട്ട് പുറത്തൊക്കെ തട്ടി തലോടി കുളിപ്പിച്ച് കഴിക്കാൻ നിർത്തുമ്പം വേറൊരു മനോഭാവം, വേറൊരു മുഖമാണ്, വേറൊരു ഫേസാണ്. അത് കഴിഞ്ഞ് കിച്ചണിൽ കയറി കുക്ക് ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല. അന്നേരം കലി തുള്ളി ദേഷ്യപ്പെട്ടൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. തീ ഇച്ചിരി കൂടുതലായിട്ട് കത്തുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് വിളമ്പുമ്പോൾ ആള് വേറൊരാളാവുക. സാധാരണ കുക്ക് ചെയ്യുന്നൊരു വിളമ്പത്തില്ല. നമ്മുടെ വീട്ടിൽ ചെയ്യും, പക്ഷെ ഹോട്ടലില് കുക്കിന് ഭയങ്കര ശമ്പളമാണ്. കുക്കല്ല വിളമ്പുന്നത്. വിളമ്പുന്ന ആള് വെൽ ഡ്രസ്ഡ് ആണ്, വളരെ നല്ല പ്ലീസിങ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ആദ്യത്തെ 3 ജോലിയും ചെയ്തവൻ 4മത്തേത് ചെയ്യുമ്പോൾ ഈ 4ന്റെ ദണ്ണം മുഖത്ത് വന്നാൽ യജമാനൻ ആ ഭക്ഷണം ദഹിക്കുകയല്ല, രുചിയില്ലാതെ വരും. അതാണ് കർത്താവ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ടെക്നിക്ക്. ഇതെല്ലാം ചെയ്തിട്ടും സന്തോഷത്തോടുകൂടെ സെർവ് ചെയ്യുകയാണ് വിശ്വാസം വർദ്ധിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോ അത് കഴിഞ്ഞ ജീവൻ ഒരു വാക്ക് പറയണമെന്നാണ് കർത്താവ് പറയുന്നത്. ഞങ്ങൾ അപ്രയോജനപ്രത്യന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വിളമ്പുന്നത്. അങ്ങനെയുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുള്ളൂ. എനിക്കത് അത്ഭുതകരമായിട്ട് തോന്നി അത് ധ്യാനിച്ചു. അപ്പോ സന്തോഷത്തോടെ ഇത് ചെയ്യണമെങ്കിൽ വിശ്വാസം വേണം. അപ്പോ വിശ്വാസം കുറയുമ്പോഴാണ് സന്തോഷവും കുറയുന്നത്. കർത്താവിന്റെ വേല ചെയ്തിട്ട് സന്തോഷത്തോടെ തിരിച്ചു. എന്താണ് കാര്യം? സന്തോഷത്തോടെ തിരിച്ചു വരാൻ കാര്യം അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരമുണ്ടായി എന്നുള്ളതാണ്. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ 18-ാമത്തെ വാക്യം, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ എന്റെ അർത്ഥം എടുത്താല്, നിങ്ങൾ അവിടെ ഭൂതങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുമ്പോൾ ഞാൻ ഇവിടെ അതിന്റെ റിയാക്ഷൻ കണ്ടു. നിങ്ങൾ അവിടെ ഭൂതങ്ങളെ കീഴടക്കുമ്പോൾ ഞാൻ അത് ഇവിടെ നിന്ന് കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു.
ഭൂതത്തിന്റെ ആക്ഷൻ മനുഷ്യരിലൂടെയാണ് കാണുന്നത്. ഏതൊരു വ്യക്തിയിലാണ് ഭൂതം, അതിനെ പുറത്താക്കുന്നത്. പക്ഷേ അതിനെ പുറത്താക്കുമ്പോൾ ആകാശത്തിലെ ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പോ ഹെഡ് ഓഫീസ് അവിടെയാണ്. അവിടുന്നാണ് ഈ ഭൂതം വ്യക്തികളെ സ്വാധീനിക്കുന്നത്. അപ്പോ ഭൂതത്തെ പുറത്താക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ ആകാശത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത പ്രയോഗം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും നിങ്ങൾ അതിൽ അല്ല സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുക. അപ്പോ ശുശ്രൂഷയിലെ സന്തോഷം, ഭൂതശാന്തിയിലെ സന്തോഷം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതിലെ സന്തോഷം, 3 സന്തോഷം ഈ ഭാഗത്തുണ്ട്. ഒന്ന്, മിനിസ്ട്രിയിലെ സന്തോഷം, സേവനം ചെയ്യുന്നതിലെ സംതൃപ്തി. അതുള്ളവർക്ക് മാത്രമേ സേവനം ചെയ്യാൻ. ക്രിസ്തീയ ശുശ്രൂഷ സേവനമാണ്, ബിസിനസ് അല്ല. ക്രിസ്തീയ ശുശ്രൂഷ ബിസിനസ് അല്ല, സേവനമാണ്. ഉദ്യോഗമല്ല, സർവീസാണ്. ഹോസ്പിറ്റലുകള് സർവീസ് അല്ലേ? അപ്പൊ അത് ബിസിനസ് ആകുമ്പോൾ ഭയങ്കര ക്രൂരതയായി മാറും. ഇതുപോലെ ക്രിസ്തീയ ശുശ്രൂഷ സർവീസാണ്. അതിനകത്ത് പ്രതിഫലമുണ്ട്, പക്ഷെ അത് സർവീസാണ്. സ്തുതിക്കുന്നു. നമ്മൾ വല്ലാത്തൊരു കാലത്തേക്ക് വന്നിരിക്കുക. സർവീസ് പോലും ബിസിനസ്സായി മാറുകയാണ്. എൻ്റെ ചർച്ചിൽ വരുന്ന ഒരു അങ്കിളിന്റെ മകന്, അവൻ വിശ്വാസിയല്ല, ഇവര് അപ്പനും അമ്മയൊക്കെ വിശ്വാസത്തിലാണ്. അവനൊരു ഓർത്തോ സർജനാണ്. 2 കൊല്ലം മുമ്പ് അവന്റെ കല്യാണാലോചന നടക്കുകയാണ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ സ്മാർട്ടാണ്. അവന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അവന് കല്യാണാലോചനകൾ വന്നു. വരുന്നതെല്ലാം IAS ലെവലിൽപ്പെട്ടവരും വലിയ സമ്പന്നന്മാരുമാണ്. 1-2 IAS-കാര് വന്നപ്പോ അവന്റെ അപ്പന് ഭയങ്കര സന്തോഷമായി. അപ്പോ ഇവൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കണം അവരോട്. ഞാൻ എല്ലാവരോടും ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഡോക്ടർ ഉദ്യോഗം പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇതൊരു സർവീസാണ്. അതുകൊണ്ട് ഏത് അർദ്ധരാത്രിക്കും ഞാൻ പോകും. പണം അതിനൊരു ബാധകമല്ല. ഇത് പറയുമ്പോൾ കല്യാണം വേണ്ടെന്ന് വെക്കുക. ഇത് പറയുമ്പോൾ വന്ന പോലെ തിരിച്ചു പോവുക ആളുകൾ. അപ്പൊ എന്തിനാ ഡോക്ടറെന്ന് കാണുമ്പോൾ ഓടി വരുന്നത്? എന്തിനാ ഡോക്ടറെന്ന് കാണുമ്പം കല്യാണാലോചനയ്ക്ക് ആളുകൾ ഓടി വരുന്നത്? എന്തിനാ? 10 ലക്ഷം രൂപ ശമ്പളം മേടിക്കാം, ഇവിടെ കുറച്ചു കാലം ചെയ്തേച്ച് പിന്നെ ഗൾഫിലോ പലയിടത്തും പോവാം, അന്നേരം അത് 50 ലക്ഷം ആക്കാം ശമ്പളം. അപ്പോ സർവീസ് മൈൻഡ് നഷ്ടപ്പെടും. ഇതൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ ട്രെൻഡ് ശുശ്രൂഷകരിലോട്ടും കയറുന്ന ഒരു കാലം വന്നിരിക്കും. ഇത് തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ ആ വിഷയത്തോട് വന്നതുകൊണ്ട് അത് പറയുകയാണ്. അങ്ങനെയാണല്ലോ വചനം ധ്യാനിക്കുന്നത്. അപ്പോ 1, സർവീസിലെ സന്തോഷം, മിനിസ്ട്രിയിലെ സന്തോഷം. 2, അസാധാരണ പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം. എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം. അതൊരു സന്തോഷം തരുന്ന കാര്യമാണ്.
അതും ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ഒന്നാമത്തെ സന്തോഷം നല്ലതാണ്. പക്ഷെ അതുപോലും ഇതിൽ നിന്നുണ്ടായതാണെങ്കിൽ കർത്താവ് പറയുന്നു അത് എപ്പോഴും സാധിച്ചെന്ന് വരില്ല. അതിലല്ല സന്തോഷിക്കേണ്ടത്. മൂന്നാമത്തേത് അദൃശ്യമായ സന്തോഷമാണ്. അദൃശ്യ കാരണങ്ങളാലുള്ള സന്തോഷമാണ്. അതെന്തുവാ? അത് വിശ്വാസത്താലാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷം. അത് നമ്മൾ കണ്ടിട്ടില്ല, അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അതിന്റെ ഗുണം നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്കിപ്പൊ ഫീൽ ചെയ്യാത്തതും അതിന്റെ ഗുണം അറിയാത്തതുമായ ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ വാസ്തവത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ സന്തോഷം അദൃശ്യമാണ്. ഇവിടെ വെച്ച് ഫീൽ ചെയ്യുന്നതോ കൗണ്ട് ചെയ്യാവുന്നതോ കാണാവുന്നതോ ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് 21-ാം വാക്യം, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. നാലാമതൊരു സന്തോഷം യേശു കർത്താവ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. വേദപുസ്തകം ധ്യാനിക്കാനും പഠിക്കാനുമാണല്ലോ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോ അത്ഭുതകരമായ നാലാമത്തെ ജോയ്, നാലാമത്തെ സന്തോഷം ഇവിടെ കാണുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. സന്തോഷം എന്നുള്ള വാക്കിന് ഹാപ്പി എന്നും ജോയ് എന്നും ഒക്കെ വാക്കുണ്ട്. പക്ഷേ റിജോയ്സ് എന്ന വാക്ക് ജോയിയേക്കാൾ കൂടിയതാണ്, ഹാപ്പിയേക്കാൾ കൂടിയതാണ്. തുള്ളിച്ചാടുക, അട്ടഹസിക്കുക എന്നൊക്കെ അർത്ഥം വേണേ എടുക്കാം. ആ വാക്കാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. Rejoice in the Lord always. And again I say rejoice. അത് ജോയ് അല്ല, അത് ഹാപ്പി അല്ല, ഇച്ചിരി കൂടിയ വാക്ക്. അത് വിട്ടുപോവുകയില്ല, അത് കുറഞ്ഞു പോവുകയില്ല, മങ്ങിപ്പോവുകയില്ല. അത് വളർത്തുവാൻ, പഠിക്കുവാൻ, പരിശീലിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന 13-ാമത്തെ കാര്യമാണ് എൻ്റെ ഓർമ്മ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അത് നിലനിർത്തുവാനും അതിൽ വർദ്ധിച്ചു വരുവാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 13-ാമത്തേതാണ് നമ്മൾ ഈ പ്രഭാത ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന ഒരു ടൈം നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ ആത്മനിറവ് അതിൻ്റെ ക്വാളിറ്റിയിൽ നിലനിൽക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവം. അതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു വാക്യമാണ് റോമർ 14:17. ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ.
പരിശുദ്ധാത്മാവിൽ സന്തോഷം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യവും 21-ാം വാക്യവും കൂടെ വായിക്കുന്നത് നല്ലതാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ലോകം സന്തോഷിക്കും, എന്നാൽ ആ സമയത്ത് നിങ്ങൾ ദുഃഖിക്കും. അതിനുശേഷം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ലോകത്തിന്റെ വ്യവസ്ഥിതികൾക്കെല്ലാം എതിരാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതി. ലോകത്തിന്റെ മുമ്പിൽ വിലയേറിയത് ദൈവത്തിന്റെ മുമ്പിൽ അറപ്പായിരിക്കുമെന്നൊരു വാക്യം. അപ്പൊ വ്യവസ്ഥിതി ജസ്റ്റ് ഓപ്പോസിറ്റ്. ലോകപ്രകാരമുള്ള സന്തോഷം അല്ല വിശുദ്ധാത്മാവിലുള്ള സന്തോഷം. വിശുദ്ധാത്മാവിൽ ആനന്ദിക്കുക. അപ്പോൾ അത് തികച്ചും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരിക്കാം സംഭവിക്കുന്നത്. അതിനുവേണ്ടിയും നമുക്ക് പ്രിപ്പയർ ചെയ്യാം, പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ആത്മാവിൽ ആനന്ദിക്കുക. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് നമ്മൾ അതിൽ ആനന്ദിക്കാനും കൂടിയാണ്. മദ്യപിക്കുന്നവർ യഥാർത്ഥത്തിൽ ആനന്ദിക്കാനാ ചെയ്യുന്നത്. ഹോട്ടലിലൊക്കെ കൂടി ബാറിലൊക്കെ പോയി കൂട്ടുകാർ ചേർന്ന് കുടിക്കുന്നത് വിശന്നിട്ടും ദാഹിച്ചിട്ടൊന്നുമല്ല, എൻജോയ് ചെയ്യാൻ. അപ്പോൾ പരിശുദ്ധാത്മ നിറവിൽ ഒരു എൻജോയ്മെന്റ് ഉണ്ട്, ഒരു വലിയ ആനന്ദം മറഞ്ഞിരിപ്പുണ്ട്. അപ്പം സമാന ചിന്താഗതിയിലുള്ളവർ ഒരുമിച്ച് കൂടി ആത്മാവിനെ പാനം ചെയ്യുന്നത് അവർണ്ണനീയമായ ആനന്ദത്തിന്റെ അനുഭവം തന്നെയാണ്. ഒരേ തരക്കാരായ ആളുകൾ ഒരുമിച്ച് കുടിക്കാൻ കൂടുന്നത് സന്തോഷിക്കാനാണ്, ദുഃഖം മറക്കാനാണ്, ടെൻഷനൊക്കെ മറക്കാനാണ്. ഇതുപോലെയാണ് ഒരേ ദർശനമുള്ള, ഒരേ ചിന്താഗതിയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ആത്മാവിലുള്ള പ്രാർത്ഥനയും ആരാധനയും യഥാർത്ഥത്തിൽ ഒരു എൻജോയ്മെന്റ് തന്നെയാണ്. ഭയങ്കര സന്തോഷം. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ നമുക്ക് അവസരം ഉണ്ട്. ഈ ലോകത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ റിജോയ്സ്, ആനന്ദിക്കാൻ ഒന്നുമില്ല. ഈ ലോകപ്രകാരമുള്ള ആനന്ദങ്ങളെല്ലാം വളരെ നിസ്സാരമാണ്. ഈ ആനന്ദങ്ങളെല്ലാം വളരെ വളരെ നിസ്സാരമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന
അനുഭവം വളരെ വിലയുള്ളതാണ്. അത് നമുക്ക് പരിശീലിക്കാം, അതിനുള്ള അവസരം ഉണ്ടാക്കാം. അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ കർത്താവിന് അങ്ങനെ ഒരു ശീലമുണ്ടായി, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവം. ഇവിടെ കർത്താവ് ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് എന്താന്ന് നമുക്ക് നോക്കാം. ലൂക്കോസ് 10:21 ഒരിക്കൽ കൂടെ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ ഇപ്പോൾ കർത്താവ് സന്തോഷിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നതിന് ഒരു റീസൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് കിട്ടിയല്ലോ എന്നോർത്ത്, ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് ഇവർക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ടാണ് കർത്താവ് സന്തോഷിക്കുന്നത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അതിന് ദൈവത്തിന് പ്രസാദം തോന്നി. തുടർന്നുള്ള വാക്യങ്ങളൊക്കെ മർമ്മങ്ങളാണ്. പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു, പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. എന്താണിപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ മാത്രമേ ഈ വചനങ്ങൾ ധ്യാനിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ്. സ്തോത്രം. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് ഭയങ്കര ഭാഗ്യമുള്ളതാണ്. കാണാനൊരു ഭാഗ്യം വേണ്ടേ? നിങ്ങളുടെ കണ്ണ് ഭയങ്കര ഭാഗ്യമുള്ളതാണ് കർത്താവ്. എന്താ ഇവരിപ്പോ കണ്ടത്? ഇവര് കണ്ട ഒന്നാമത്തെ കാര്യം, ഇവര് കർത്താവിനെ കണ്ടു. 2, അവർ കർത്താവിലൂടെ പിതാവിനെ കണ്ടു. One second. ഓക്കെ, എന്താണ് ഇവര് കണ്ടത്? ഇവര് യേശുവിനെ കണ്ടു. യേശുവിനെ യൂദായും കണ്ടതല്ലേ, പീലാത്തോസും കണ്ടതല്ലേ? യേശുവിനെ പുരുഷാരം കണ്ടതല്ലേ? യേശുവിനെ കുരിശിൽ കിടന്ന കള്ളന്മാരും കണ്ടതല്ലേ? ഭാഗ്യമുള്ള കണ്ണെന്താ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് സന്തോഷിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് മനസ്സിലായോ? പുറംകണ്ണുകൊണ്ട് കാണാൻ മേലാത്ത കാര്യങ്ങൾ കാണുന്നത് കണ്ടപ്പോഴാണ് കർത്താവ് സന്തോഷിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന ആ ഭാഗത്തോട്ട് ഇറങ്ങുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കാണുന്ന കണ്ണ്, നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളതാണ്. അടുത്ത പ്രയോഗം, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. പ്രവാചകന്മാരുടെ കണ്ണാണ് ഏറ്റവും ലോങ് വിഷൻ ഉള്ള കണ്ണ്.
ദീർഘദർശികൾ എന്ന് അവരെ വിളിക്കുന്നത്. ദീർഘദർശികൾ. ജീസസ്. യെശയ്യാവ് 750 കൊല്ലം അപ്പുറം കണ്ടു. 750 കൊല്ലം മുമ്പ് ക്രിസ്തു ജനിക്കുന്നത് കണ്ടു. ക്രിസ്തു അടികൊള്ളുന്നത് കണ്ടു. ക്രിസ്തു കുരിശ് ചുമക്കുന്നത് കണ്ടു. പിടയുന്നത് കണ്ടു. ദാവീദ് 1000 കൊല്ലം മുമ്പ് കുരിശിലെ നിലവിളി ചെവിയിൽ ഇങ്ങനെ കേട്ടു, എന്റെ ദൈവമേ എലോഹി എലോഹി ലമ്മാ ശബക്തനി. ദാവീദ് എപ്പോഴോ കേൾക്കുകയാണ് ഇടി വെട്ടുന്ന പോലെ കുരിശിൽ മുഴങ്ങിയ ശബ്ദം. ഈശ്വരൻ പറയാണ് ആ ചെവി എന്തൊരു ഭാഗ്യമുള്ളതാണ്. പക്ഷേ പ്രവാചകന്മാർക്ക് പോലും ഇല്ലാത്ത ചെവിയാണ് എനിക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പ്രവാചകന്മാർക്ക് പോലും ഇല്ലാത്ത കണ്ണാണ് എനിക്ക് നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് പ്രയോജനമുള്ളതാണ്. അപ്പൊ സാധാരണ കണ്ണുകൊണ്ടും സാധാരണ ചെവി കൊണ്ടും ക്രിസ്തുവിനെ അനുഗമിച്ചാൽ ഒടുവിൽ നിരാശയായിരിക്കും. സന്തോഷം നഷ്ടപ്പെടുന്നതിന്റെ രഹസ്യം അതാണ്. വിശ്വാസത്തിലുണ്ടോ? ഉണ്ട്. സഭയിലുണ്ടോ? ഉണ്ട്. ശുശ്രൂഷയിലുണ്ടോ? ഉണ്ട്. പക്ഷേ സന്തോഷമില്ല. കാരണം ഇതാണ്, ലോകപ്രകാരമുള്ള കാഴ്ചയാണ് കാണുന്നത്. കർത്താവ് പറയാണ്, നിങ്ങളുടെ കണ്ണ് ഭയങ്കര ഭാഗ്യമുള്ള കണ്ണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ വെളിപ്പാടുകൾ, അതായത് ഒരു സാധാരണ മനുഷ്യൻ പറയുമ്പോൾ ഭൂതം വിട്ടുപോകുന്നു. കാരണം എന്നാ? യേശുവിന്റെ നാമത്തിന്റെ പവറാണത്. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടക്കും. ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ സാധ്യമായത്, ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ ലഭ്യമായത് വെളിപ്പാടിന്റെ ഭാഗമാണ്. പുതിയ നിയമത്തിന്റെ ശക്തിയാണ്, ദൈവരാജ്യത്തിന്റെ ശക്തി. ഈ ഒരു കാര്യം പഴയ നിയമക്കാർക്ക് കിട്ടിയിട്ടില്ല. ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചിട്ട് സാധിച്ചു. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ കണ്ടത്? ഇവർ കണ്ടത് ബേത്ലഹേമിലെ ആ ശിശുവിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അവർ കണ്ടു. ഇടമില്ലാതെ യഹൂദന്മാരാലും പരീശന്മാരാലും വെറുക്കപ്പെട്ട് നടക്കുന്ന ദൈവപുത്രനായ യേശുവിൽ അവർ സൃഷ്ടാവായ ദൈവത്തെ കണ്ടു. നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. യേശുവിന്റെ നാമത്തിന്റെ അധികാരം അവർ കണ്ടു. അവർ യേശുവിലൂടെ പിതാവായ ദൈവത്തെ കണ്ടു. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നു, എന്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പൊ യേശു ആരാണെന്ന് അറിയാവുന്ന ഒറ്റയാളെയുള്ളത് പിതാവാണ്. വാക്യം 22 ശ്രദ്ധിച്ചേ. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിന്നെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ ശിഷ്യന്മാരെ അറിയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഭാഗ്യമുള്ളവരാകുന്നത്. യേശുവിനെ അറിയാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം പുത്രൻ ആരാണെന്ന് ഉലകത്തിൽ അറിയാവുന്ന ആള് പിതാവേ ഉള്ളൂ. ഇനി അല്പമായിട്ട് അറിയാം മേരിക്ക്. പക്ഷെ ആ മേരി പോലും അബദ്ധം കാണിച്ചത് നമുക്കറിയാലോ. 1, 2, 3, 4 അബദ്ധങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്തു, എഴുതിക്കൊണ്ടിരിക്കുക.
കർത്താവ് ദേവാലയത്തിൽ പോയപ്പോൾ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരുന്നപ്പം കർത്താവിനെ വഴക്ക് പറയാൻ വേണ്ടി മേരി ചെന്നില്ലേ? നീ എന്തായി ചെയ്ത് എന്ന് ചോദിച്ചില്ലേ? കർത്താവ് തിരിച്ചു ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യണ്ടേ? പിന്നെ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? പിന്നെ ചോദിച്ചിട്ടില്ല. അപ്പൊ യേശു ആരാണെന്ന് മേരിക്ക് പോലും അറിയില്ലായിരുന്നു. അതേസമയത്ത് മോശ ആരാണെന്ന് മോശയുടെ അമ്മയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് 3 മാസം വളർത്തിയത്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഒരു കൊച്ചിനെ വീട്ടിൽ നിർത്തുമ്പോഴാണ് അതിന്റെ വിവരം അറിയുന്നത്. നമുക്ക് കൊച്ചുങ്ങളോടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ തള്ളെ കൊല്ലുമെന്ന് പറഞ്ഞാലോ, തന്തയെ കൊല്ലുമെന്ന് പറഞ്ഞാലോ. മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു എന്നാ പറയുന്നത്. 3 മാസം കൊച്ചിനെ ഒളിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു റിസ്ക് ആണെന്നറിയും. ഇതുങ്ങൾ കിടന്ന് കരയൂല്ലേ? അപ്പൊ ഒളിപ്പിക്കാൻ പറ്റും. 24 മണിക്കൂർ അതിന്റെ അടുത്ത ആള് നിന്ന് അതിനെ കരയിപ്പിക്കാതെ നോക്കി. അത് കഴിഞ്ഞേച്ച് പ്ലാൻ ചെയ്തു, പ്രാർത്ഥിച്ചു. എങ്ങനെ ഇനി ഇതൊന്നാ കൈകാര്യം ചെയ്യുന്ന? ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണല്ലോ, എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പോഴാണ് ഞാങ്ങണപ്പെട്ടവെന്നുള്ള ഐഡിയ കിട്ടുന്നത്. ഐഡിയ ദൈവമാണ് കൊടുക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ. ഞാങ്ങണെന്ന് പറയുന്ന ഒരു സൈസ് ഈ ഈറ്റ പോലെയുള്ള സാധനമാണ്, കൊട്ടയാണ്. ആ കൊട്ട കൊണ്ട് എന്നാ പ്രയോജനം? വെള്ളം കയറുകയല്ലേ. അപ്പോഴാണ് ടാറ് എന്ന പദ്ധതി മനസ്സിൽ വരുന്നത്. ടാറ് മേടിച്ചു. ടാറ് കൊണ്ടുവന്ന് അകവും പുറവും അങ്ങ് ശരിക്കും അങ്ങോട്ട് കട്ടി കിട്ടും. അപ്പൊ വെള്ളം കയറത്തില്ല. എന്നിട്ട് അതിനകത്ത് നല്ല കംഫർട്ടായിട്ടുള്ള ചെറിയ പഞ്ഞിയോ തുണിയൊക്കെ വെച്ച് കുട്ടപ്പനാക്കി അതിനെ വെള്ളത്തിൽ കൊണ്ട് വിടുക. എന്താ കാര്യം? ഈ കുഞ്ഞാരാന്ന് മനസ്സിലായതുകൊണ്ട്. അല്ലെ ഇപ്പൊ ഇത്ര റിസ്ക് എടുക്കൂ? നമുക്ക് ദൈവം തരുന്ന മക്കൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ വേണം. മനസ്സിലാക്കി പ്രാർത്ഥിക്കണം, മനസ്സിലാക്കി വളർത്തണം. തോന്നും യേശു ദിവ്യ സുന്ദരൻ അമ്മയപ്പന്മാർ കണ്ടു എന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. ഡിവൈൻ ബ്യൂട്ടി. യേശു സുന്ദരൻ അമ്മയപ്പന്മാർ കണ്ടു എന്ന് ചില തർജ്ജിമയുണ്ട്. അതിപ്പോ എല്ലാ പിള്ളേരും സുന്ദരന്മാരാ ജനിക്കുമ്പോൾ. പിന്നെയായി വ്യത്യാസം വരുന്നത്. എല്ലാ പിള്ളേരും സുന്ദരന്മാരാണ്. അതിന്റെ അമ്മയ്ക്ക് അത്രയും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ് ലോകത്തിൽ വരെ കാണുക. അപ്പൊ അമ്മയുടെ അപ്പന്റെ നോട്ടത്തിൽ എല്ലാ പിള്ളേരും സൗന്ദര്യമുള്ളവരാണ്. പക്ഷെ ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഒരു ഡിവൈൻ കാഴ്ചയാണ്. ഡിവൈൻ കാഴ്ചയെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പം ദിവ്യ സന്തോഷത്തിന്റെ പിന്നിൽ ദിവ്യ കാഴ്ചയുണ്ട്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സന്ദേശം. ദിവ്യ സന്തോഷത്തിന്റെ പിന്നിൽ ദിവ്യ കാഴ്ചയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. ദിവ്യ സന്തോഷത്തിന്റെ പിന്നിൽ ദിവ്യ കാഴ്ചയുണ്ട്. അതായത് കാഴ്ചപ്പാടുണ്ട്. അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കും. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ ഇവരെന്താണ് കണ്ടത്? ഇവര് കണ്ടത് യേശുവിൽ അവർ ദൈവത്വം ദർശിച്ചു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. ദൈവപുത്രൻ ആരാണെന്ന് അറിയുന്നത് കാഴ്ചയല്ല, വെളിപ്പാടാണ്.
അടുത്ത പ്രയോഗം, പിതാവ് ആരാണെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. അപ്പൊ ഇതെല്ലാം ഒരു വെളിപ്പാടിന്റെ മേഖലയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവര് കണ്ടത്, ഒന്ന്, യേശു കർത്താവിനെ അവൻ ആരാണ് എന്ന് അവർ കണ്ടു. രണ്ട്, യേശു കർത്താവിലൂടെ അവർ പിതാവിനെ കണ്ടു. മൂന്ന്, അവർ ദൈവരാജ്യം കണ്ടു. ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കും. അപ്പോൾ അവർ ദൈവരാജ്യം കണ്ടു. ഈ വിവിധ വെളിപ്പാടുകൾ ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടിയതറിഞ്ഞപ്പോൾ യേശു കർത്താവ് ആ ദിവ്യ സന്തോഷത്തിലേക്ക് കടന്നു. ദിവ്യ സന്തോഷത്തിന്റെ പിന്നിൽ ഒരു ദിവ്യ കാഴ്ചയുണ്ട്. അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ കാഴ്ചപ്പാട് ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ച പ്രവാചകന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. അതാരെയാ കർത്താവ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. പ്രവാചകന്മാരുടെ കാര്യം നമ്മൾ ലൂക്കോസിൽ വായിച്ചല്ലോ. പ്രവാചകന്മാർ ആഗ്രഹിച്ചു നിങ്ങൾ ഈ കാണുന്നതിനെ കാണാൻ. എന്തോ അത് നമ്മളും പറഞ്ഞ കാര്യം തന്നെയാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട്, ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിച്ചു എന്നാ പറയുന്നത്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പുതിയ നിയമ സത്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പ്രവചിച്ച കൂട്ടത്തിൽ അവരിതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. അതാണ് കർത്താവ് പറഞ്ഞത്, ഏറിയ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്നും ആകെ മാറിയ ഒരു കാലമാണ് പുതിയ നിയമം. എല്ലാം കൊണ്ടും പ്രസാദ വർഷമാണ്, ജൂബിലിയാണ്, മുഴുവൻ ഇളച്ചു കൊടുക്കുക, മുഴുവൻ കൃപയാണ്, മുഴുവൻ കരുണയാണ്, മുഴുവൻ സ്നേഹമാണ്. പഴയ നിയമം മുഴുവനും നിയമമാണ്, പുതിയ നിയമം മുഴുവനും ദയയാണ്, സ്നേഹമാണ്, കൃപയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് അവർ പ്രവചിച്ചു.
അവരതിനെ ആരാഞ്ഞന്വേഷിച്ചു എന്ന് 10-ാം വാക്യത്തിലിരിക്കുന്നത്. ആരാഞ്ഞന്വേഷിച്ചു. ഇനി 11-ാമത്തെ വാക്യം നോക്കി. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സമയം വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിക്കേണ്ട വാക്യങ്ങളാണ്. വ്യക്തിപരമായി ഓരോരുത്തരും വായിച്ച് 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 പ്രാർത്ഥിച്ച് ഗ്രഹിക്കേണ്ട വേദഭാഗമാണ്. നിങ്ങളിത് അനുഭവിക്കുന്ന ഈ രക്ഷയുടെ അനുഭവം, അതിനെപ്പറ്റി അറിയുവാൻ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്നൊരു ഉത്തരം കിട്ടി. അത് അവർക്ക് ഉള്ളതല്ല, വരാൻ പോകുന്ന തലമുറയ്ക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. യെശയ്യാവ് എഴുതിയത് യെശയ്യാവിനുള്ളതല്ല, ദാനിയേൽ എഴുതിയത് ദാനിയേലിനുള്ളതല്ല, ഹബക്കൂക്ക് എഴുതിയത് ഹബക്കൂക്കിനുള്ളതല്ല, നമുക്കുള്ളതാണ്. ആ വാക്യം ശ്രദ്ധിച്ചല്ലോ. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടല്ല. അവർ ഈ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പൊ കർത്താവ് പറഞ്ഞതും കൂടെ കൂട്ടി വായിക്കുക. നിങ്ങൾ ഈ കാണുന്നതിനെ കാണുവാനും കേൾക്കുന്നതിനെ കേൾക്കുവാനും ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. സാധിച്ചില്ലെന്ന് കർത്താവ് പറഞ്ഞു. പത്രോസ് പറയുന്നു സാധിച്ചില്ലെന്ന് മാത്രമല്ല, അത് മറ്റൊരു ജനറേഷന് വേണ്ടിയുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഒരു പദവും കൂടെ പത്രോസിന് ദൈവം കർത്താവ് കാണിച്ചു കൊടുത്തത് പറയുകയാണ്. പ്രവാചകന്മാരും രാജാക്കന്മാരും മാത്രമല്ല, ദൂതന്മാരും ഈ ഒരു കാലഘട്ടത്തെ കൊതിച്ചു എന്ന്. ദൂതന്മാരും ഈ ഒരു കാലഘട്ടത്തെ ആഗ്രഹിച്ചു എന്ന്. എത്ര അത്ഭുതകരമാണെന്ന് നോക്കൂ, എത്ര അതിശയകരമാണെന്ന് നോക്കൂ. ദൂതന്മാരും ആഗ്രഹിച്ചു. ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചത്. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണ്? പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കും. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നനുദിനം എനിക്കവൻ. ദൂതഗണം കാവലായി തന്നനുദിനം എനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പൊക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ ഒരു വചനഭാഗം ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഞങ്ങളെ കാണിച്ചു തന്നതിനാൽ സ്തുതി. ഞങ്ങളുടെ ശുശ്രൂഷയിലും എപ്പോഴും സന്തോഷം കുറഞ്ഞു പോകുന്നു. ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സന്തോഷം കുറഞ്ഞു പോകുന്നു.
ഓടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. സന്തോഷം കുറയുന്ന അനുഭവം പലപ്പോഴും ഞങ്ങൾ കാണുന്നു. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ ഞങ്ങൾ പരിശീലിക്കേണ്ട ആവശ്യം ഇന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 50 ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളത്. എപ്പോഴും കേൾക്കുമ്പോൾ അതിന്റെ വില അറിയില്ല, കാണുമ്പോൾ അതിന്റെ വില അറിയില്ല. കർത്താവ് പറയാണ്, ഇത് വളരെ പ്രഷ്യസ് ആണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. കർത്താവേ, ഞങ്ങൾ അതിന്റെ വില അറിയട്ടെ. മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇടാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെ സഹായിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ക്ലാസ് കർത്താവിന്റെ വൃത്തിയിലൂടെ കേൾപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചുവല്ലോ. ദൈവവരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ നമുക്കൊന്ന് സന്തോഷിക്കുവാൻ നമ്മൾ ഒത്തിരി ക്ലാസ് ഈ 51ാമത്തെ ദിവസത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുന്നു. നമുക്ക് എത്രത്തോളം ആ പരിശുദ്ധാത്മാവിനെ അയവിറക്കുവാൻ, അതിലൊന്ന് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ ആ ദൈവിക കാഴ്ചപ്പാടിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിക്കുവാനിടയായി തീർന്നല്ലോ. ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടത് ശരിയാ, സ്നാനപ്പെട്ടത് ശരിയാ, പക്ഷേ ആത്മാവിൽ സന്തോഷം അനുഭവിച്ചിട്ട് എത്ര നാളായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനുള്ള മറുപടി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാ വചനത്തിലൂടെ നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. ആ ഒരു വലിയ കാഴ്ചപ്പാടിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് കൊതിക്കാം. ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, ഈ 51ാമത്തെ ക്ലാസ്സിലും ദൈവം തന്റെ അഭിഷക്തനെ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ച് ഹല്ലേലൂയ ഞങ്ങളെ അവിടുത്തെ വചനത്തിലൂടെ കർത്താവെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അത് കർത്താവെ കേവലം ഒരു അറിവായിട്ടല്ല കർത്താവെ, ഞങ്ങളുടെ അനുഭവമായി മാറുവാൻ ഹല്ലേലൂയ ആ ആനന്ദ നദിയുടെ അനുഭവം ഹല്ലേലൂയ ഈ ദിവസം ഞങ്ങൾ അതിലത്തേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങുവാൻ ഹല്ലേലൂയ കർത്താവേ, നരയാണിയോളമല്ല കർത്താവേ, മുട്ടോളമല്ല കർത്താവേ, അരയോളമല്ല കർത്താവേ, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ വലിയ അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് നടപ്പാൻ ഹല്ലേലൂയ, ഞങ്ങൾക്ക് നീന്തുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ആ വലിയ കാഴ്ചപ്പാടിലേക്ക്, ആ ദൈവിക കാഴ്ചപ്പാടിലേക്ക് ദൈവം ഞങ്ങളെ നടത്തുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ.